ഹലോ കൂട്ടുകാരെ, കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ തസ്തിയിലേക്ക് നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേറ്ററി ക്ലാസ്സുകളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏകദേശം 150ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 151 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 51 question. In bracing, the filler material melt at a temperature dash the melting temperature of the material to be joined. Options below, high, equal, above. മെറ്റീരിയൽ ജോയിൻ ചെയ്യേണ്ട മെറ്റീരിയലിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ ഫില്ലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, bracing is a metal joining process in which two or more metal items are joined together by melting and flowing a filler material into the joint. The filler metal have a lower melting point than the adjoining metal എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ, ബിലോ ആണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. സോൾഡറിംഗ് ഓഫ് MS sheet take place at a temperature of options 150 degrees Celsius, 400 degrees Celsius, 250 degrees Celsius and 850 degrees Celsius. അപ്പോൾ സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലോവർ ടെമ്പറേച്ചറിൽ മെറ്റൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. ബിലോ 450 അല്ലെങ്കിൽ ബിലോ 400 ഡിഗ്രി ടെമ്പറേച്ചറിന് താഴെയാണ് ഫില്ലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. പാരന്റ് മെറ്റലിനെ ഉരുക്കാണ്ട് തന്നെ ഫില്ലർ മെറ്റൽ മെൽറ്റ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 250 ഡിഗ്രി സെൽഷ്യസിലാണ് MS ഷീറ്റ് സോൾഡറിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. വൺ ഓഫ് ദ നെസസിറ്റീസ് ഓഫ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ്. വെൽഡിംഗ് ട്രാൻസ്ഫോമറിന്റെ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ടു റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറന്റ്, ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, ടു ഗെറ്റ് ഡിഫെക്ട് ഫ്രീ വെൽഡ്. ഓപ്ഷൻ ഡി, ടു കൺട്രോൾ ഡിസ്റ്റോർഷൻ. നമുക്കറിയാം, ബേസിക് ഐഡിയ ഓഫ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദാറ്റ് ഹാസ് തിൻ പ്രൈമറി വൈൻഡിംഗ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഇറ്റ്സ് സെക്കൻഡറി ഹാസ് മോർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെസ് നമ്പർ ഓഫ് ടേൺസ്, ഇൻഷുറിംഗ് ലെസ് വോൾട്ടേജ് ആൻഡ് വെരി ഹൈ കറണ്ട് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ ഇതിൽ നമ്മുടെ നെസസിറ്റി ഓഫ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത് ടു റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറണ്ട്. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് which one of the following welding machine can supply AC or DC? AC to DC ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. AC to DC എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഓപ്ഷൻസ് നോക്കാം. എഞ്ചിൻ ഡ്രൈവൻ ജനറേറ്റർ, മോട്ടോർ ഡ്രിവൻ ജനറേറ്റർ, ട്രാൻസ്ഫോമർ റെക്ടിഫയർ. ട്രാൻസ്ഫോമർ റെക്ടിഫയർ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. A transformer rectifier is a transformer rectifier unit. Units both transformer and rectifier functions into a single unit. The main function of TRU is to convert AC to DC. This conversion is known as rectification. The different form of TRU mainly include selenium oxide, mercury arc, valve, silicon based and semiconductor. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ട്രാൻസ്ഫോമർ റെക്ടിഫയർ ആണ് AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സപ്ലൈ എന്ന് പറയുന്നത്. വെൽഡിംഗ് മെഷീനിൽ AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ റെക്ടിഫയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ വാല്യൂ ഓഫ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇൻ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഈസ്. ഓപ്ഷൻസ് 40 to 60, 60 to 70, 60 to 150 and option D, 110 to 220. അതിൽ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി, 60 to 150 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Forge welding is classified as options fusion welding without pressure, fusion welding with pressure, non-fusion welding with pressure, non-fusion welding without pressure. നമുക്കറിയാം, ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്മിത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ പോലെയാണ്. മെറ്റലിനെ റെഡ് ഹോട്ട് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് ഹാമർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ ആണ് അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. Okay, next question. If main electric supply is not available, we can do arc welding with options motor generator set, transformer set, engine generator set, rectifier set. അപ്പോൾ ഇതാണ് എൻജിൻ ജനറേറ്റർ സെറ്റ്. നമുക്ക് ഫ്യൂവല് സപ്ലൈ കൊടുത്ത് നമുക്ക് പവർ ജനറേറ്റ് ചെയ്ത് അതുവഴി വെൽഡിങ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് മോട്ടോർ ജനറേറ്റർ അല്ലെങ്കിൽ എൻജിൻ ജനറേറ്റർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സപ്ലൈ ഇല്ലാത്ത സിറ്റുവേഷനുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡിവൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എൻജിൻ ജനറേറ്റർ സെറ്റാണ്. ഓപ്ഷൻ സി, എൻജിൻ ജനറേറ്റർ സെറ്റാണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. എഞ്ചിനുമായി കണക്ട് ചെയ്തിട്ടുള്ള ജനറേറ്റർ സെറ്റാണ് നമ്മൾ പവർ സപ്ലൈ ഇല്ലാത്ത ഇലക്ട്രിക് സപ്ലൈ ഇല്ലാത്ത കേസുകൾ നമ്മളായിട്ട് യൂസ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് കറണ്ട് സെറ്റിംഗ് ഫോർ വെൽഡിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻസ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, ടൈപ്പ് ഓഫ് കറണ്ട് AC or DC, ടൈപ്പ് ഓഫ് മെറ്റൽ ടു ബി വെൽഡ്, ഡയമീറ്റർ ഓഫ് ദ ഇലക്ട്രോഡ് യൂസ്ഡ്. നമുക്കറിയാം, കറണ്ട് എമൗണ്ട് ഓഫ് കറണ്ട് ഇൻ വെൽഡിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ദ ഇലക്ട്രോഡ് ആണ്.
തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡയാമീറ്റർ ഓഫ് ദി ഇലക്ട്രോഡിനെയാണ് വെൽഡിംഗ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. While selecting straight polarity, options electrode is connected to positive, base metal connected to positive side, 1/3 heat developed in base metal, 2/3 heat developed in electrode. നമുക്കറിയാം നമ്മൾ സ്ട്രേറ്റ് പൊളാരിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് നെഗറ്റീവും വർക്ക് പീസ് പോസിറ്റീവാണ്. അതായത് വർക്ക് പീസിലാണ് 2/3 കറണ്ട് വരുന്നത്, അതേസമയം ഇലക്ട്രോഡിലാണ് 1/3 സപ്ലൈ വരുന്നത്. അപ്പം ബേസ് മെറ്റലാണ് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ബേസ് മെറ്റൽ കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് ഇൻ സ്ട്രേറ്റ് പൊളാരിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് എ ഡാഷ് ട്രാൻസ്ഫോമർ. നമുക്കറിയാം ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. For a step-down transformer, the second coil has fewer windings than the first, allowing for a decrease in voltage in the existing electrical stream. The primary winding, which is the first set of coils, connects to an alternating current voltage supply or primary voltage inflow. The secondary coil connects to the load or secondary voltage outflow, distributing the electrical power away from the transformer. The alternating current flowing in the primary voltage creates an alternating magnetic flux. This induces a similar current in the secondary coil, creating a secondary voltage. Here, the decreased number of windings in the secondary coil effectively reduce the resultant voltage, hence stepping down the voltage to a lower value while maintaining constant frequency. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇൻ ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കറണ്ട് കൂട്ടി വോൾട്ടേജ് കുറയ്ക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.